അവിടെ പോയി കളിച്ചോ. ഹായ് ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്ന് രണ്ടുപേരേ ഉള്ളോ? ആ നമുക്ക് തുടങ്ങാം. കാരണം ഇനി വെയിറ്റ് ചെയ്യണ്ട. ലേറ്റ് ഇപ്പൊ തന്നെ ഡിലേ ആയില്ലേ? ഓക്കെ. ഞാൻ നിങ്ങളുടെ തായറ മിസ്സിന് കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. മിസ് എന്തായാലും നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് HR മാനേജ്മെന്റിനെ കുറിച്ചാണ്. HR മാനേജർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, അതിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ കണ്ടന്റ് നിങ്ങൾക്ക് വിട്ടുതരും. അപ്പൊ ഈ ഓരോ പോയിന്റ് സബ് ഹെഡിങ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നോട്ട്സ് തരാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് വരെയാണ് പറഞ്ഞിരുന്നത്. ഓക്കെ അല്ലേ? നോട്ട് ചെയ്തിരുന്നോ? കുറച്ച് ലെക്ചർ നോട്ട് ചെയ്തിരുന്നു. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് പറയാനുള്ളത് ലീഗൽ ആൻഡ് എത്തിക്കൽ കോംപ്ലിയൻസ് ആണ്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പറയുന്നത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ വളരെ ഹെവിലി റെഗുലേറ്റഡ് ആണ് വിത്ത് സ്ട്രിക്റ്റ് ആൻഡ് ലീഗൽ ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻസ്. എപ്പോഴും എന്താണ് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാഫ് വളരെ പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആ ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ അവരുടെ കഴിവോ ഇല്ലാത്ത ആളുകളായിരിക്കാം. അപ്പൊ അത് നമ്മൾ കണ്ടെത്തിയിട്ട് ആ ഒരു സെലക്ഷനിൽ കൃത്യമായിട്ട് റിക്വയർമെന്റ് നടത്തിയിട്ട് വേണം നമുക്കത് എടുക്കാൻ, ആളെ എടുക്കാൻ. അപ്പൊ ശരിയായ രീതിയിൽ നമ്മൾ ജീവനക്കാരെ എടുക്കണം. ആ രീതിയിൽ എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു രീതി HR മാനേജർക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിലെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ലീഗൽ ആൻഡ് എത്തിക്കൽ കോംപ്ലിയൻസിൽ നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹെൽത്ത് കെയർ മേഖലയിൽ തന്നെ നിരവധി നിയമങ്ങളും എത്തിക്കൽ റൂൾസും ഉണ്ട്. അപ്പൊ അത് HR മാനേജറാണ് ഉറപ്പാക്കേണ്ടത്. അപ്പൊ പ്രധാനമായിട്ടുള്ള എന്താണ്, ഹെൽത്ത് കെയർ മേഖലയിൽ റെഗുലേഷൻസ് പാലിക്കുക. കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓരോ ഹോസ്പിറ്റലിനും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ രേഖകൾ കൃത്യമായിട്ട് പഠിച്ച് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് ആരാണ്? HR മാനേജറാണ്. അതുപോലെ തന്നെ ഹിപ്പ ക്യാപിറ്റൽ ലെറ്ററിൽ മൊത്തമായിട്ടും HIPAA ഹിപ്പ, അത് ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി, അതാണ് ഹിപ്പ, ഷോർട്ടായിട്ട് പറയുന്നതാണ്. ഹിപ്പ ആക്ട് പോലുള്ള പേഷ്യന്റ് പ്രൈവസി നിയമങ്ങൾ പാലിക്കണം. പേഷ്യന്റ് പ്രൈവസി നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ വരുന്ന ഒരു പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് വളരെ കൃത്യമായിരിക്കും. കഴിവെങ്കിൽ ഒന്ന് വീഡിയോ ഓൺ ചെയ്യോ?
കാരണം നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഒരു വീഡിയോയില് ഫേസ് വിസിബിൾ ആയ നല്ലൊരു കാര്യമായിരുന്നു. പുറത്താണോ അല്ലല്ലോ? അല്ലല്ല. ഓക്കെ ഓക്കെ. പറാശ. ഓക്കെ ഗുഡ്. ഇപ്പോ ഈ ഹിപ്പ ആക്ട് പോലുള്ള പേഷ്യന്റ് പ്രൈവസി നിയമങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുക. രോഗികളുടെ വിവരങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കുക. അത് പെർഫെക്റ്റ് ആയിരിക്കണം. ഇപ്പൊ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊക്കെ അനുഭവം ഉള്ളൊരു റീസെന്റ് ആയിട്ട് നമുക്കൊക്കെ അനുഭവം വന്നൊരു കാര്യമുണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റിന് ഏത് ഹോസ്പിറ്റലിലാണ് ഡെലിവറി കഴിഞ്ഞത് എന്നുള്ള റെക്കോർഡ്സ് കൊടുക്കണം എന്നുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു കുറച്ചു മുമ്പ്. ആ സമയത്ത് ആ ഹോസ്പിറ്റൽ റെക്കോർഡിൽ കൃത്യമായിട്ട് നമ്മൾ അഡ്മിഷനും അതുപോലെ ഡെലിവറി ഡേറ്റ് സമയമൊന്നും സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ ആർക്കാണോ ആ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോയത് ആ ആൾ അവിടെ ജനിച്ചിട്ടേ ഇല്ല. പിന്നെ എവിടെയാ ജനിച്ചത്? ഭയങ്കര പ്രശ്നമായില്ലേ? അങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഈ പേഷ്യൻസിന്റെ വിവരങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് സൂക്ഷിക്കുക. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ നമുക്കറിയാം, ഫസ്റ്റ് ആയിട്ടാണ് ഹോസ്പിറ്റലിൽ വരുന്നത് എങ്കിൽ ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്യൂ എന്ന് പറഞ്ഞ് നമുക്ക് ഫോം തരും. ആ ഫോമിൽ നമ്മൾ A to Z കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് മുതൽ പെർമനന്റ് അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, അതുപോലെ തന്നെ ടെമ്പററി കമ്മ്യൂണിക്കേഷൻ ഫോൺ നമ്പർ. അപ്പൊ നമ്മൾ നമ്പറിൽ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ മറ്റേത് നമ്പറിലേക്കാണ് നിങ്ങളെ വിളിച്ചാൽ കിട്ടുക എന്നുള്ളതും കൂടെ നമ്മുടെ അവിടെ ഫില്ല് ചെയ്യണം. അപ്പൊ വളരെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും ആധാർ എല്ലാം നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുക. വിവരങ്ങൾ നൽകുമ്പോൾ മാത്രമേ നമ്മുടെ ട്രീറ്റ്മെന്റിൽ കൃത്യത പാലിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? HR മാനേജറാണ്. അതുപോലെ തന്നെ രോഗികളുടെ കോൺഫിഡൻഷ്യാലിറ്റി സംരക്ഷിക്കുക. അവരുടെ തീർത്തും ഒരു കാരണവശാലും ഇപ്പം നമ്മളെ കുറിച്ച് ഒരാൾ അന്വേഷിക്കാൻ വരികയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം അഡ്മിറ്റ് ആയ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് അറിയണം എന്ന് പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് ആൾക്ക് കൊടുക്കാൻ പാടില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ പേഷ്യന്റിന്റെ കോൺഫിഡൻഷ്യാലിറ്റിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അങ്ങനെ നമുക്ക് കൊടുക്കാൻ റൂള് ഉള്ളതല്ല. അത് HR മാനേജർ മനസ്സിലാക്കണം. ഇൻ കേസ് ഒരു സ്റ്റാഫിന്റെ അടുത്താണ് അവർ വന്ന് സംസാരിക്കുന്നത്, അപ്പൊ ആ സ്റ്റാഫ് എന്ത് ചെയ്യും? നേരെ HR മാനേജറുടെ അടുത്തേക്ക് കൊണ്ടുപോകും. അവിടെ HR മാനേജറാണ് ആ അന്വേഷിച്ചെത്തിയ ആളെ കൺവിൻസ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വിടുന്നതല്ല എന്നുള്ള രീതിയിൽ പറയുന്നു. പിന്നെ ജീവനക്കാരും ആശുപത്രിയും നിയമപരമായ എത്തിക്കലായ ഏതെങ്കിലും എല്ലാ രീതിയിലും പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. ജീവനക്കാരും ആശുപത്രിയും. HR മാനേജർ ഇവിടെ വർക്ക് ചെയ്യുന്ന ഈ ഹോസ്പിറ്റലിലാണ് എങ്കിൽ പോലും ഈ ഹോസ്പിറ്റൽ കൃത്യമായിട്ടുള്ള മെഡിക്കൽ എത്തിക്കൽ രീതിയിൽ തന്നെയാണോ പ്രവർത്തിക്കുന്നത്? അതുപോലെ തന്നെ കോർപ്പറേഷന്റെ ലൈസൻസ് ഉണ്ടോ? ആ ലൈസൻസ് റിന്യൂവൽ ചെയ്യാനായിട്ടുണ്ടോ? വേസ്റ്റ് മാനേജ്മെന്റ് പെർഫെക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആരാണ് നോക്കുന്നത്? HR മാനേജറാണ്. ദെൻ ജീവനക്കാരും ആശുപത്രി പറഞ്ഞു നിയമപരമായിട്ടുള്ള എത്തിക്കലായ രീതിയിൽ പ്രവർത്തിക്കുന്ന വരുത്തുക. പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെ, ഒരു രോഗിയുടെ മെഡിക്കൽ റിപ്പോർട്ട് അനുമതിയില്ലാതെ, ഡോക്ടറുടെയോ പേഷ്യന്റിന്റെയോ അനുമതിയില്ലാതെ മറ്റൊരാളുമായി ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ പലപ്പോഴും നമുക്ക് അനുഭവമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പൊ അവിടെ നമ്മൾ ഏതെങ്കിലും ബന്ധു ഉണ്ടായിരിക്കും. ഈ ബന്ധുവിനെ നമ്മളോട് നമ്മൾ പറയും ഡോക്ടറെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു വിടും. അങ്ങനെ ആ ആള് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും തരും. പക്ഷെ ഇതേ രീതിയിൽ മറ്റൊരാൾ ആവശ്യപ്പെട്ടാൽ കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. വളരെ ഭയങ്കരമായിട്ടുള്ള നിയമലംഘനമാണത്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇൻ കേസ് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അവരെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് കേസ് ഫയൽ ചെയ്യാം. ഹിപ്പ ആക്ടിൽ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ആ നിയമനിർമ്മാണം അവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അവയവ കച്ചവടം നടക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. വൃക്ക എടുക്കുക അങ്ങനെയൊക്കെ നേരത്തെ നമുക്കറിയാം. പക്ഷെ ഇപ്പോഴും
പല ഹോസ്പിറ്റലുകളിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വിവരം. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഇപ്പൊ നമുക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവർ ചെക്ക് ചെയ്യും. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്, നമ്മളെ ഹെൽത്ത് കണ്ടീഷൻ, അതുപോലെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ കണ്ടീഷൻ എല്ലാം ചെക്ക് ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മുടെ അനുമതി ഇല്ലാതെ ഒരു ഹോസ്പിറ്റൽ എടുക്കുന്നതാണ്. അവിടെയും നമുക്ക് HR മാനേജറോട് ഇടപെട്ടിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്കൊരു മറുപടി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലീഗലി മൂവ് ചെയ്യാനും പറ്റും. ഇതൊക്കെ HR മാനേജറുടെ ഡ്യൂട്ടിയാണ്. കാരണം പേഷ്യന്റും ഹോസ്പിറ്റൽ മാനേജ്മെന്റും തമ്മിലുള്ള ഒരു കണക്ഷനാണ് ആര്? HR മാനേജർ. ഇവിടെ ലീഗൽ ആൻഡ് എത്തിക്കൽ കംപ്ലയൻസിൽ കൃത്യമായിട്ടുള്ള ഹിപ്പ ആക്ട് ആണ് പറയുന്നത്. ഹിപ്പ ആക്ടിന്റെ ഫുൾ ഫോം ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി കേട്ടോ. അതാണ് ഹിപ്പ ആക്ട്. ഇനി പെർഫോമൻസ് മാനേജ്മെന്റ്. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ടോ അവിടെ? ഞാനിപ്പോ എടുക്കുന്നതിന്റെ പേജസ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പെർഫോമൻസ് ആൻഡ് മാനേജ്മെന്റ് ആണ് നെക്സ്റ്റ് വരുന്നത്. പെർഫോമൻസ് ആൻഡ് മാനേജ്മെന്റിൽ എൻഷുറിംഗ് ഹൈ പെർഫോമൻസ് among ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഈസ് എ delicate balance. HRM involves setting measurable performance metrics, providing constructive feedback, and addressing performance issues, then promptly to maintain a high standard of patient care. ഗ്രൂപ്പിൽ കണ്ടില്ലേ ഫറാഷ? കണ്ടു. ഓക്കെ ഓക്കെ. അപ്പോ ആ നമുക്ക് ഞാൻ പറയുന്ന ഓരോ പോയിന്റ്സും അതിൽ വരുന്നതാണ് കേട്ടോ. പെർഫോമൻസ് മാനേജ്മെന്റ്, നമ്മുടെ പെർഫോമൻസ് ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ജീവനക്കാർ എത്രത്തോളം നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു എന്ന് വിലയിരുത്തുക. നമ്മുടെ കീഴിലുള്ള അല്ലെ നമുക്ക് അനുവദിച്ചു തന്നുള്ള ഡിപ്പാർട്ട്മെന്റിലെ വർക്കേഴ്സ് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള വാല്യൂ നടത്തുന്നത് ആരാണ്? HR മാനേജർ. അതാണ് പെർഫോമൻസ് മാനേജ്മെന്റ്. ജീവനക്കാരുടെ പെർഫോമൻസ് നോക്കുകയാണ്. അവിടെ വർക്കേഴ്സിന്റെ പെർഫോമൻസ് കൃത്യമായിട്ട് HR മാനേജർ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ വ്യക്തമായിട്ട് പെർഫോം സ്റ്റാൻഡേർഡ്സ് നിശ്ചയിക്കുന്നുണ്ട്. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പെർഫോം സ്റ്റാൻഡേർഡ്സ് കൊടുക്കുന്നുണ്ട്. ദെൻ റെഗുലർ ഫീഡ്ബാക്ക് ആർക്കാണ് നൽകുന്നത്? മാനേജ്മെന്റിനാണ് നൽകുന്നത്. ജീവനക്കാരുടെ കൃത്യമായിട്ടുള്ള റെഗുലർ ഫീഡ്ബാക്ക് HR മാനേജർ ഒന്നുകിൽ HR-ന്റെ മുകളിലുള്ള മാനേജറായിട്ട് അല്ലെങ്കിൽ മാനേജ്മെന്റ് ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി ഇൻ കേസ് അവരുടെ അടുത്ത് ഇപ്പൊ നമ്മളെ ബർത്ത് സർട്ടിഫിക്കറ്റ് മിസ്സായി കഴിഞ്ഞാല് നമ്മള് എങ്ങനെ ചെയ്യേണ്ടത്? നമ്മള് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഡീറ്റെയിൽസ് കിട്ടും. ഹോസ്പിറ്റലിൽ നിന്ന് ഡീറ്റെയിൽസ് കിട്ടും. ഏകദേശം നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാലോ. ആ ദിവസം നമ്മള് ഉമ്മ പ്രസവിച്ച ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ഒരു ദിവസത്തിൽ ആ അഡ്രസ്സ് അന്ന് അവിടെ കൊടുത്ത അഡ്രസ്സ് നോക്കിയിട്ട് അതിൽ നിന്ന് നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കുക, കോർപ്പറേഷനിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാം. ഇൻ കേസ് നേരത്തെ ഉണ്ടെങ്കിൽ കോർപ്പറേഷനിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. കോർപ്പറേഷനിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മിസ്സിംഗ് ആണ്. അപ്പൊ കുറെ ആയി അതിന് പിന്നാലെ നടക്കുന്നത്, ഇതുവരെ ശരിയായിട്ടില്ല. ഹോസ്പിറ്റലിൽ പോകുമ്പോ 40 years ബാക്കിലെ ഫയൽസ് ഒക്കെ മിസ്സിംഗ് ആണെന്ന് പറയുന്നത്. പാടില്ലല്ലോ. അതാണ് വിഷയം. അവിടെയാണ് നമുക്ക് വരുന്ന ഫോൾട്ട്. കാരണം മിസ്സായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ വേറൊന്ന് ചെയ്യാം. ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ നേരത്തെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉള്ള ആളായിരുന്നെങ്കിൽ കോർപ്പറേഷനിൽ എന്തെങ്കിലും രേഖകൾ ഉണ്ടായിരിക്കും. ആ റെസിഡൻഷ്യൽ അഡ്രസ്സിൽ
ഉം. കുറെ വർഷം എത്ര മുന്നേ ഇയർ ബാക്ക് ആണെങ്കിലും ഉണ്ടാവും. ഞാൻ ഉണ്ടാവൂലേ? ഫയലുകൾ ഓക്കെ. ദ്രവിച്ചു പോയെങ്കിലേ കിട്ടാത്തുള്ളൂ. അതിനെന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ കോർപ്പറേഷനിൽ പോയിട്ട് പിന്നെ നമ്മുടെ ആധാറും അതുപോലെ നമ്മുടെ അടുത്തുള്ള എല്ലാ രേഖകളുടെയും ഫോട്ടോ കോപ്പി എടുക്കുക. അവിടുന്ന് ഒരു വിവരാവകാശ നിയമപ്രകാരം ഉള്ള ഒരു ഫോമോ കൊടുത്തിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുക. അപ്പൊ വിവരാവകാശ നിയമത്തിൽ ഇൻ കേസ് റെക്കോർഡുകൾ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവർ റീപ്ലൈ തരും. ഇന്ന ഡേറ്റിലുള്ള എല്ലാ ഫയൽസും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഉള്ള കാര്യങ്ങൾ വളരെ ജെനുവിൻ ആയിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോർപ്പറേഷൻ ബർത്ത് സർട്ടിഫിക്കറ്റ് അനുവദിക്കാനുള്ള റൂളുണ്ട്. ഓക്കെ. അത് ഒരു പ്രാവശ്യം അങ്ങനെ പോയിരുന്നു, കോർപ്പറേഷനിൽ പോയി. പക്ഷെ അവരെന്തൊക്കെയോ പറഞ്ഞ് റിജക്ട് ചെയ്തു. പിന്നെ കുറേ പേപ്പർ സബ്മിഷൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് അവിടെ ഹോസ്പിറ്റലിലെ രേഖകളില്ല, ഇതിലില്ല. ഹോസ്പിറ്റൽ 40 രേഖകളാണ് ഇയേഴ്സ് ബാക്ക്. ഇമ്പോർട്ടന്റ്. 40 40 ഇയേഴ്സ് ഇയേഴ്സ് ബാക്കിലെ. ബാക്ക്. യെസ്. അപ്പോൾ അതിന് അവരെന്നെ പറയും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഒന്നുകൂടെ ഒന്ന് അന്വേഷിച്ചു കോർപ്പറേഷനിൽ തന്നെ പോയിട്ട് അന്വേഷിച്ചാൽ മതി. കോർപ്പറേഷനിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായിരിക്കും. ഹെൽപ്പ് ഡെസ്കിലെ. ഓക്കെ ഓക്കെ. ഉം. ഓക്കെ ഓക്കെ ഓക്കെ. 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 ഇനിയിപ്പോ നമ്മൾ പറയുന്നത് പെർഫോമൻസ് മാനേജ്മെന്റ് ആണ്. പെർഫോമൻസ് മാനേജ്മെന്റിൽ റെഗുലർ ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും തെറ്റുകളൊന്നും ചെയ്യാത്തവരല്ലല്ലോ. അപ്പൊ ജീവനക്കാർക്കും തെറ്റുകൾ ഉണ്ടായിരിക്കാം, നമ്മുടെ വർക്കേഴ്സിനും തെറ്റുകൾ സംഭവിക്കാം. ആ തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകളെ വളരെ വലിയൊരു രീതിയിലേക്ക് എത്തിക്കാതെ അതിനെ തിരുത്താൻ ഹെൽപ്പ് ചെയ്യാം. മേ ബി ചില സമയത്ത് പേഷ്യൻസിന്റെ കയ്യിൽ നിന്നും അറ്റൻഡേഴ്സ് ഒക്കെ ക്യാഷ് വാങ്ങിക്കും. അപ്പൊ അത് ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ഒരു തവണ അങ്ങനെ ചെയ്തു, അതൊരു തെറ്റായിട്ട് നമ്മൾ കണ്ടെത്തി. പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യരുത്. റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുക്കുക. റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റാഫിനെതിരെ നമുക്ക് പരാതിപ്പെടാം. മാനേജർ എടുത്തോ, HR മുകളിലേക്കുള്ള മാനേജർ എടുത്തോ അല്ലെങ്കിൽ മാനേജ്മെന്റ് എടുത്തോ പരാതി കൊടുത്തിട്ട് അവരെ നമുക്ക് ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാം. കാരണം തെറ്റുകൾ തിരുത്തുക അല്ലെങ്കിൽ തിരുത്താൻ ശ്രമിച്ചിട്ടും തിരുത്താത്ത ജീവനക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ ഒരിക്കലും ജോലിയിൽ വെച്ചുകൊണ്ടിരിക്കരുത്. നേരെ ടെർമിനേറ്റ് ചെയ്യേണ്ട രീതിയിലേക്ക് പോകണം. പിന്നെ പേഷ്യന്റ് കെയറിന്റെ നിലവാരം മെച്ചപ്പെടുത്തുക. പേഷ്യന്റ് കെയറിന്റെ നിലവാരം എങ്ങനെ മെച്ചപ്പെടുത്തുക? ജീവനക്കാരുടെ ജോലി വിലയിരുത്തി അവരുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മേ ബി ചില സമയത്ത് നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആള് വളരെ പെർഫെക്റ്റ് ആയിട്ട് ജോലി ചെയ്തില്ല. ചിലപ്പോൾ അവരുടെ ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. അപ്പൊ ആ സമയത്ത് നമ്മൾ അവരെ മനസ്സിലാക്കുക, കൃത്യമായിട്ട് ഗൈഡൻസ് കൊടുത്തിട്ട് അവരുടെ നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യിക്കാം, ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യിക്കരുത്, അവരെയും ടെർമിനേറ്റ് ചെയ്യുക. അവിടെയാണ് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ വളരെ വലിയൊരു റോൾ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എംപ്ലോയി എൻഗേജ്മെന്റ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ജീവനക്കാരുടെ പങ്കാളിത്തവും സംതൃപ്തിയും. അവര് നമ്മളായിട്ട് എത്രത്തോളം ഹാപ്പിയാണ്, നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മോടൊപ്പം ഇരിക്കുമ്പോൾ അവർ ഹാപ്പിയാണോ, ഇനി അവർ വർക്കിൽ അവര് ഹോസ്പിറ്റലിൽ ചെയ്യുന്ന വർക്കിൽ അവർ പെർഫെക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അവര് മനസ്സിലാക്കുന്ന ആളുകളായിരിക്കണം. അതല്ല HR മാനേജർ ഒരു മൊശടനാണ്, ഞാൻ എന്ത് ചെയ്താൽ ആൾക്ക് പണി കിട്ടുമെങ്കിൽ പിന്നെ ഞാനൊന്ന് ഉഴപ്പട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ജീവനക്കാരാണെങ്കിലോ അത് നമുക്ക് തന്നെയാണ് പണി കിട്ടുക. ജീവനക്കാർ സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും ജോലി ചെയ്യുന്നത് ആശുപത്രിയുടെ വിജയത്തിന് വളരെ പ്രധാനമാണ്. അപ്പൊ അവിടെ സന്തോഷവും ഉത്സാഹവും വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ അവരെ പരിഗണിക്കണം. HR മാനേജർ എന്ന ആള് അവരെ പരിഗണിക്കണം, അവരെ ചേർത്ത് പിടിക്കണം, കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് അവരോടൊപ്പം നിൽക്കണം. ഇപ്പൊ ജീവനക്കാരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക, അവർക്ക് പറയാനുള്ളത് കേൾക്കുക, അല്ലാതെ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. നമ്മുടെ വർക്കേഴ്സിനും എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ കേൾക്കുക. പിന്നെ നല്ല വർക്കിംഗ് എൻവയോൺമെന്റ് സൃഷ്ടിക്കുക. നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ്, എപ്പോഴും സ്ട്രെസ്ഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് കൊടുക്കരുത്.
റിലാക്സ്ഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് ആണ് കൊടുക്കേണ്ടത്. ദെൻ ജീവനക്കാരുടെ വെൽബീയിങ് ശ്രദ്ധിക്കുക. അവരുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളും, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എന്നെ അറിയുന്ന ഒരാൾ എനിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എനിക്ക് ചെയ്യാൻ ആ, പറ്റും, അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ടേക്ക് ആവശ്യപ്പെടാം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു വർക്കർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാവും. കാരണം അത്രയും സിൻസിയർ ആയിരിക്കും അവരുടെ വർക്കിലുണ്ടായിരിക്കുക. പിന്നെ നല്ല പെർഫോമൻസ് അംഗീകരിക്കുക, അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. നന്നായിട്ട് ചെയ്താലും ഒരു അപ്രീഷിയേഷനും പോലും കൊടുക്കാതെ പോകുമ്പോൾ ചെയ്ത ആൾക്ക് സങ്കടാവില്ലേ? നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലോ, ഉഷാറായിട്ടുണ്ട് കേട്ടോ, നെക്സ്റ്റ് ടൈമും അതേപോലെ തന്നെ ചെയ്താൽ മതി, വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ എൻകറേജ് ചെയ്യുമ്പോൾ അവർക്കും ഒരു ഉത്സാഹമാണ് ചെയ്യാൻ. ഉഴപ്പില്ല, പണിയിൽ ഉഴപ്പില്ല. ഇപ്പൊ നമ്മള് സ്കൂൾസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ നിന്ന് ടീച്ചേഴ്സ് പോകുമ്പോൾ ഏറ്റവും വികൃതിയായ പയ്യനെ പിടിച്ചിട്ടായിരിക്കും ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ പേരെഴുതി വെക്കുക കേട്ടോ എന്ന് പറയാം. കാരണം എന്താ, കള്ളനെ താക്കോൽ ഏൽപ്പിക്കാന്ന് പറയും. അവനാണ് ഏറ്റവും പ്രശ്നക്കാരൻ. അപ്പൊ അവനോട് ക്ലാസ് റൂം സൈലന്റ് ആണോ നോക്കാൻ പറയുമ്പോൾ അവൻ തന്നെ സൈലന്റ് ആവണ്ടേ? അപ്പൊ ആ രീതിയിൽ കൃത്യമായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പെർഫോമൻസ്. എന്തെങ്കിലും ഉഴപ്പ് ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ ഈ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ സഹായിക്കുക. അപ്പൊ ആ ഒരു നമ്മൾ കൊടുക്കുന്ന മോട്ടിവേഷൻ അവർക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിരിക്കും. ജീവനക്കാരുടെ സന്തോഷവും സംതൃപ്തിയും, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ആ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് ഒരു വർക്കിങ്ങിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകും. എല്ലായിടത്തും ഈ HR മാനേജർ ഉണ്ട്, ഹോസ്പിറ്റലുകളിൽ മാത്രമല്ല ഓഫീസിലും ഉണ്ട്. ഓഫീസിൽ HR മാനേജറാണ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തരുന്നത്, അല്ലേ? നമ്മളെ മേ ബി ചിലപ്പോൾ സാലറി വരെ ഷെയർ ചെയ്യുന്നത് ആരാണ്? HR മാനേജറാണ്. അപ്പോൾ ഹോസ്പിറ്റലുകളിൽ മാത്രമല്ല ഓഫീസിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് വർക്കേഴ്സിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, ഇതിന്റെ ചാലഞ്ചസ് വരുന്നുണ്ട്, HR മാനേജർക്കുള്ള ചാലഞ്ച്. ഈ വെല്ലുവിളികളും വരുന്നുണ്ട്, അതുപോലെ തന്നെ അവസരങ്ങളും ഉണ്ട്. അത് നമുക്ക് ചാലഞ്ച് നോക്കാം. എപ്പോഴും നമുക്ക് ആവശ്യം എന്താണ്? എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു HR മാനേജറെയാണ്. ബട്ട് പലപ്പോഴും നമുക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള HR മാനേജറെ കിട്ടാണ്ട് വരും. നിരന്തരമായിട്ടുള്ള ആവശ്യം. കാരണം ഈ DHA പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. അതിന്റെ ഫസ്റ്റ് പോയിന്റ് ആണ് ഈ HR മാനേജറുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്. ദെൻ അടുത്തത് ഹെൽത്ത് കെയർ റെഗുലേഷൻസ് പാലിക്കണം. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് തന്നെ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ while HRM in healthcare presents unique challenges such as the concern demand for skilled professionals, the need for regulatory compliances such as and the delicate balance between patient care and staff well-being, it also offers opportunities for innovation. Embracing technology, promoting diversity, and implement wellness programs are just a few events through which HRM can elevate the healthcare workspace. ഹെൽത്ത് ആവുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ഹോട്ടലിലാണ് അല്ലെങ്കിൽ മറ്റൊരു ഓഫീസിലാണ് എന്നുണ്ടെങ്കിൽ HR മാനേജർക്ക് അവിടെ വലിയ വലിയ ഡ്യൂട്ടീസ് ഉണ്ട്. കാരണം ഒരാളെ മീറ്റ് ചെയ്യണം ഓഫീസിൽ, വേറൊരു ക്ലയന്റിനായിട്ട് നമുക്ക് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരാണ് MD ഓർമ്മപ്പെടുത്തേണ്ടത്? ഈ HR മാനേജറാണ്.
HR മാനേജർ പോയിട്ട് സാർ ഇന്ന് നമുക്ക് 10 മണിക്ക് മീറ്റ് ചെയ്യേണ്ടതുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മീറ്റിംഗ് എന്ന് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്തിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. നമ്മളായിട്ട് മീറ്റ് ചെയ്യാനുള്ള ആളുകളെ നമ്മൾ 2 ദിവസം മുമ്പേ കോണ്ടാക്ട് ചെയ്തിട്ട് ഇന്ന ദിവസം വരണം എന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ നമ്മുടെ ഓഫീസിൽ നമ്മുടെ MD വേണ്ടേ, അപ്പോൾ അവിടെ കൃത്യമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് HR മാനേജർ പാലിക്കണം. ദെൻ സ്റ്റാഫ് വെൽബീയിങ്ങിന് ശരിയായ ബാലൻസ് നിലനിർത്തുക, അവരുടെ സന്തോഷവും സമാധാനവും ഒക്കെ വേണമെന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻ കൊടുക്കാം. അതുപോലെ തന്നെ പുതിയ ടെക്നോളജീസ് ഉപയോഗപ്പെടുത്തുക, ന്യൂ ടെക്നോളജീസ് ഉപയോഗപ്പെടുത്തുക. ദെൻ വർക്ക് പ്ലേസിൽ ഡൈവേഴ്സിറ്റി പ്രോത്സാഹിപ്പിക്കുക. എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ചെയ്യേണ്ട, അവിടെ ഒരു ഡൈവേഴ്സിറ്റി ഒക്കെ കൊടുക്കാം. ജീവനക്കാരുടെ വെൽനസ് പ്രോഗ്രാംസ് നടപ്പിലാക്കുക. അവരുടെ മൈൻഡ് വെൽനസ് ആൻഡ് ഫിസിക്കൽ വെൽനസ് എപ്പോഴും ഉറപ്പുവരുത്തുക. ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ ഒരു പനി വന്നാൽ തന്നെ നമുക്കറിയാം നമ്മുടെ അവസ്ഥ, വളരെ ഡെഡായിരിക്കും നമ്മൾ തന്നെ. ഭയങ്കരമായിട്ട് എനിക്കൊന്നിനും വയ്യ, എനിക്ക് ഫുഡ് വേണ്ട, എനിക്കൊന്ന് കിടന്നാ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവിടെ കൃത്യമായിട്ട് നമ്മൾ പ്ലാനിങ് കൊടുത്തിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇന്നോവേഷൻസ് കൊണ്ടുവരിക. ഈ ഇന്നോവേഷൻസ് എന്താണ്? എങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കാം എന്നുള്ളതാണ് ഒരു HR മാനേജർ എപ്പോഴും ചിന്തിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് സെയിൽസിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ വർക്കേഴ്സിനെ മാനേജ് ചെയ്യാൻ മാത്രമല്ല, വർക്കേഴ്സിനെ മാനേജ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള വർക്ക് പ്ലാനിങ്ങും നടത്തണം. ഒരു ടെക്സ്റ്റൈൽസ് മേഖലയാണെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റൈൽ മേഖലയിൽ നമ്മൾ മികച്ച സ്റ്റോക്ക് കണ്ടെത്തി കൊണ്ടിട്ട് കഴിഞ്ഞു. ഇവിടെ നമുക്ക് HR മാനേജർ പർച്ചേസ് ചെയ്തിട്ട് നമ്മളെ ഗോഡൌണിൽ എത്തിച്ചു കഴിഞ്ഞു. പിന്നെ ഈ ഗോഡൌണിൽ നിന്ന് പുറത്തേക്ക് എങ്ങനെ എത്തിക്കണം? അവിടെ HR മാനേജറുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഗോഡൌണിലേക്ക് സാധനം എത്തിക്കുക എന്നുള്ളതാണ്. അവിടുന്ന് അങ്ങോട്ടേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വർക്കേഴ്സ് ആണ്. അപ്പോൾ വർക്കേഴ്സിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിക്കുക. നമ്മളെ ബണ്ടിൽ പൊളിക്കുക, അതിൽ പ്രൈസ് ടാഗ് ഇടുക, എന്നിട്ട് പാക്ക് ചെയ്തിട്ട് എവിടേക്കാണോ ആവശ്യമുള്ള വെച്ചാൽ അവിടേക്ക് അയക്കാം. ഇതൊക്കെ HR മാനേജർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. പക്ഷെ ചെയ്യേണ്ടത് ആരാണ്? വർക്കേഴ്സ് ആണ്. അപ്പൊ അവിടെ വർക്കേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ HR മാനേജർ പറഞ്ഞ വർക്കേഴ്സ് പെട്ടെന്ന് അനുസരിക്കേണ്ടേ? അതിനുള്ള പോയിന്റ്സ് ഒക്കെ HR മാനേജർ കണ്ടെത്തണം. അവര് തമ്മിൽ നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യണം. ഗുഡ് റിലേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബൾക്ക് ആയിട്ടുള്ള സ്റ്റോക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ കെട്ടിക്കിടക്കാൻ പാടില്ല. നമ്മൾ എന്ത് പർച്ചേസ് ചെയ്താലും ഒന്നും കെട്ടിക്കിടക്കാൻ പാടില്ല. എളുപ്പം നമുക്കത് ഒഴിവാക്കണം. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് എഫക്റ്റീവ് HRM ഇൻ ഹെൽത്ത് കെയർ. ഈ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിലെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒപ്റ്റിമൈസ് പേഷ്യൻസ് കെയർ ക്വാളിറ്റി. അപ്പൊ ഇവിടെ the importance of effective human resource management in healthcare cannot be overstated, as it directly influences the quality of patient care, the overall functioning of healthcare institution, and the well-being of healthcare professionals. Here are key reasons highlights in the significance of എഫക്റ്റീവ് HRM ഇൻ ഹെൽത്ത് കെയർ. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് ഒപ്റ്റിമൈസിങ് പേഷ്യന്റ് കെയർ ക്വാളിറ്റി. രോഗികൾക്ക് മികച്ച പരിചരണം ഉറപ്പാക്കുക. സ്കിൽഫുൾ വർക്ക് ഫോഴ്സ്. Effective HRM ensures the recruitment and retention of highly skilled and qualified healthcare professionals, including physicians, nurses, and supporting staff, contributing to the delivery of high quality of patient care. എപ്പോഴും എന്ത് വേണം? സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിൽ ഡോക്ടേഴ്സ്,
ഫിസിഷ്യൻസ് പറഞ്ഞാൽ ഡോക്ടേഴ്സ് ആണ്. ആൻഡ് നഴ്സസ് ആൻഡ് നഴ്സസിന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നഴ്സസിന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ കുറിച്ച്. BSc നഴ്സിംഗ് കഴിഞ്ഞാൽ GNM ആണ്. GNMന് താഴെ വരുന്നത് ANM, ഡി വെച്ചിട്ടുണ്ട്, ഡിപ്ലോമ ഇൻ, കിട്ടുന്നില്ല പെട്ടെന്ന്. 6 മാസത്തെ കോഴ്സാണ്. PHA അല്ല, അതുപോലെ തന്നെ മറ്റൊരു കോഴ്സാണ് ഇത്. നഴ്സിംഗ് അസിസ്റ്റൻസിന്റെ കോഴ്സാണ്. ഇപ്പൊ നഴ്സിംഗ് ഇവരൊക്കെ റിക്രൂട്ട് ചെയ്യേണ്ട ആരുടെ ഡ്യൂട്ടിയാണ്? HR മാനേജറുടെ ഡ്യൂട്ടിയാണ്. കഴിവുള്ള ജീവനക്കാരെ കണ്ടെത്തുക, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ, നഴ്സിനെയും ടെക്നീഷ്യൻസിനെയും സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്നിവരെ നിയമിക്കുക. അതുപോലെ തന്നെ കഴിവുള്ള ജീവനക്കാരെ മാത്രം ആശുപത്രിയിലോ അല്ലെങ്കിൽ ഓഫീസിലോ നിലനിർത്തുക. അടുത്ത പോയിന്റ് ആണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഒരുപാട് ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്ത് കയറ്റിയിട്ടുണ്ട്. പക്ഷെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മിനിമം ഒരു 3 months, 3 മാസത്തിനുള്ളിൽ അവിടെ കഴിവുള്ളവരെ മാത്രം, അതായത് സ്കിൽ ജനറേറ്റ് ചെയ്തിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നവരെ മാത്രം ഹോസ്പിറ്റലിൽ നിലനിർത്തുക അല്ലെങ്കിൽ ഓഫീസിൽ നിലനിർത്തുക, ബാക്കിയുള്ളവരെ ടെർമിനേറ്റ് ചെയ്യുക. പിന്നെ ശരിയായ ആളുകളുടെ ജോലിയിൽ നിയമിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? മികച്ച പരിചരണമായിരിക്കും. ആർക്ക്? പേഷ്യൻസ്. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് മികച്ച പരിചരണമായിരിക്കും. അതുപോലെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഓഫീസിലോ കയറി ചെല്ലുന്ന ആളുകൾക്ക് മികച്ച സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഒരു വീടിന്റെ പ്ലാൻ വരയ്ക്കുന്ന ഒരു ഓഫീസിലേക്ക് നമ്മൾ കയറി ചെല്ലാണ്. അപ്പോൾ അവിടെ HR മാനേജർ ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. HR മാനേജറോട് നമ്മുടെ മൈൻഡിലുള്ള ഐഡിയയുടെ വീടിന്റെ രൂപമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതിയിൽ ആളെന്ത് ചെയ്യും? കൃത്യമായിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കും. ആ പ്ലാൻ തയ്യാറാക്കിയിട്ട് അത് വെച്ചിട്ട് ക്ലയന്റിനെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ള ഡ്യൂട്ടി കൂടി ഈ HR മാനേജർക്കുണ്ട്. അപ്പൊ അവിടെ ശരിയായ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് അവിടെ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം നമുക്ക് ആ ക്ലയന്റിനെ കിട്ടിയിരിക്കും. പെർഫെക്റ്റ് ആയിട്ട് തന്നെ, വളരെ നന്നായിട്ട് തന്നെ വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാമെന്നുള്ള രീതിയിൽ നമുക്ക് ആ ക്ലയന്റിനെ കിട്ടും. കാരണം ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന പോയിന്റ് ഒപ്റ്റിമൈസിങ് പേഷ്യന്റ് കെയർ ക്വാളിറ്റിയിൽ രണ്ടാമത്തെ പോയിന്റ് കണ്ടിന്യൂസ് ട്രെയിനിങ്. തുടർച്ചയായിട്ടുള്ള പരിശീലനം. മെഡിക്കൽ ഫീൽഡിനാണെങ്കിൽ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ ഫീൽഡ്. കാരണം കഴിഞ്ഞ 6 മാസം മുമ്പ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ട്. അടുത്ത 6 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെല്ലുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒത്തിരി മാറ്റങ്ങൾ ഫീൽ ചെയ്യും. സ്റ്റാഫിന്റെ കാര്യത്തിലാണെങ്കിലും പേഷ്യൻസിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ നല്ല മാറ്റം നമുക്ക് ഫീൽ ചെയ്യും. അവിടെ എന്താണ്? എപ്പോഴും മാറ്റങ്ങൾ, ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ എന്ത് വേണം? ട്രെയിനിങ്ങും വേണം. ചേഞ്ച് കൊണ്ടുവരുമ്പോൾ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. അവിടെ പുതിയ പുതിയ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ആണ് പരിചയപ്പെടുത്തുന്നത്. മെഡിക്കൽ ടെക്നോളജിയെ കുറിച്ചിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റ് പ്രാക്ടീസ്. ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് അവർ സംസാരിക്കുന്നത് കേട്ട് അവരുടെ രോഗത്തിന്റെ അവർക്കുള്ള ബുദ്ധിമുട്ടൊക്കെ അവർ നമ്മളോട് പറയും. രോഗം എന്തോ ആയിക്കൊള്ളട്ടെ, എന്നാലും ഹോസ്പിറ്റലിലോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ പേഷ്യന്റിന്റെ എല്ലാ എക്സെറ്റ് കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും. അല്ലാണ്ട് ഒരു കാര്യം കേട്ടിട്ട് ഒരു ഡോക്ടർക്ക് മരുന്ന് എഴുതാൻ കഴിയില്ല. അപ്പം നിവർന്നു നിൽക്കുമ്പോൾ എനിക്ക് തലയിലുള്ള ഒരു നരമ്പ് വലിയുന്നുണ്ട്, അതേസമയം തന്നെ എനിക്ക് എൻ്റെ നടുവിന്റെ അവിടെയും ഒരു വലിച്ചിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഡോക്ടർ മരുന്ന് എഴുതാൻ തുടങ്ങിയിട്ടുണ്ടാവും, മുഴുവൻ പറയുന്നത് കേൾക്കാതെ. മുമ്പിലിരിക്കുന്ന രോഗി സാറ്റിസ്ഫൈഡ് ആവുമോ? ഇല്ല. കാരണം എന്താണ്? ഞാൻ പറയുന്നത് മുഴുവൻ ഡോക്ടർ കേട്ടിട്ടില്ല. ഡോക്ടർ ഞാൻ തുടങ്ങിയപ്പോഴേക്ക് തന്നെ എൻ്റെ തലന്റെ ഉള്ളിൽ ഒരു നരമ്പിന്റെ വലിച്ചിലുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്ക് എന്നെ
മരുന്ന് എഴുതാൻ തുടങ്ങി. ഓരോ പ്രാവശ്യം, അതായത് എനിക്ക് നിവർന്നിരിക്കുമ്പോൾ എൻ്റെ തലയിൽ നിന്നൊരു ഞരമ്പ് വരെയുന്നു ഒരു മരുന്ന് എഴുതി. ഇനി നിവർന്നിരിക്കുമ്പോൾ എനിക്ക് മുതുകിൽ നിന്ന് പെയിൻ വരും, അതിന് വേറൊരു മരുന്ന് എഴുതി. എണീറ്റ് നിൽക്കുമ്പോൾ എനിക്ക് രണ്ട് കൈയും സപ്പോർട്ട് ചെയ്യണം, ഒന്ന് എണീക്കാൻ എന്ന് പറയുമ്പോൾ അതിന് വേറെ മരുന്ന് എഴുതി. അതൊക്കെ പോസിബിൾ ആണോ? ഒരിക്കലും അല്ല. നമുക്ക് പോലും ആ ഡോക്ടറെ അടുത്ത് വിശ്വാസം നഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കും. അത് കൃത്യമായിട്ട് പാലിക്കേണ്ടതിന് ട്രെയിനിങ് അത്യാവശ്യമാണ്. ബെസ്റ്റ് പ്രാക്ടീസസ് നമ്മൾ പഠിപ്പിക്കണം. അതുപോലെ തന്നെ സ്കിൽ അപ്ഡേറ്റ് ചെയ്യണം. അപ്പം ഹോസ്പിറ്റലിലാണെങ്കിൽ പേഷ്യന്റ്, ഓഫീസിലാണെങ്കിൽ ക്ലയന്റ് ആണ്. നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് വരുന്നതെല്ലാം നമ്മുടെ ക്ലയന്റ് ആണ്. അവരെ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞാലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ഒരു പൈപ്പ് എടുക്കാൻ വന്നു, പൈപ്പ് എടുക്കാൻ വന്ന സമയത്ത് നമ്മൾ ഒരു ട്രേഡേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ട്രേഡേഴ്സ് ആയിട്ട് HR മാനേജർ ഉണ്ട്. അപ്പോൾ അവര് നേരെ പോയിട്ട് സെയിൽസ്മാൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. അപ്പൊ ഉടനെ തന്നെ ആര് ചാടി വീഴാണ്? HR മാനേജർ ചാടി വീഴാണ്. പൈപ്പിനെ കുറിച്ചിട്ടുള്ള എല്ലാ ബെനിഫിറ്റ്സും, ഇത് തിരിച്ചാൽ എങ്ങനെയാണ്, അത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ആണ്, 90 ഡിഗ്രി റൊട്ടേഷൻ ഉണ്ട്, എല്ലായിടത്തേക്കും വെള്ളം എത്തുന്നുണ്ട്, ശരീരത്തിലേക്ക് വെള്ളം തെറിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഗുണഗണങ്ങൾ ഇങ്ങനെ വർണ്ണിച്ച് അയാളെ കൊണ്ട് അത് വാങ്ങിപ്പിക്കുക എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. നിങ്ങൾക്കൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും എപ്പോഴെങ്കിലും ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു മേക്കപ്പ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയപ്പോ മാം എടുത്ത മാം നല്ലതന്നെ, അങ്ങനെയാണ് മാം, അതിന്റെ ക്വാളിറ്റി ഇതാണ്, വെയിൽ കൊണ്ടാ അങ്ങനെ ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ കൺവിൻസ് ചെയ്യാനുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അവരൊക്കെ ഈ HR മാനേജ്മെന്റിന്റെ ട്രെയിനിങ് കഴിഞ്ഞ് പോയവരാന്നേ പറയുള്ളൂ. കാരണം എങ്ങനെയെങ്കിലും സെയിൽസ് നടക്കണം. സെയിൽസ് നടന്നെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് ഉണ്ടായിരിക്കുള്ളൂ. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് എഫക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ രണ്ടാമത്തെ പോയിന്റ് ആണ് പറയുന്നത് സ്ട്രാറ്റജിക് വർക്ക് ഫോഴ്സ് പ്ലാനിങ്. സ്ട്രാറ്റജിക് വർക്ക് ഫോഴ്സ് പ്ലാനിങ്. ഭാവിയിൽ നമുക്ക് ഹോസ്പിറ്റലാണെങ്കിലും ഓഫീസാണെങ്കിലും എന്ത് വേണം? തുടർച്ചയായിട്ടുള്ള വർക്കേഴ്സ് വേണം, അല്ലെ? ഫ്യൂച്ചറിലും വേണം. എത്ര ആളുകൾ വേണം? ഇനി ഫ്യൂച്ചറിലോട്ട് എത്ര ആൾ വേണം? ഇപ്പൊ പ്രസന്റിൽ ഒരു 15 ആളുണ്ട്. ഒരു 6 മാസം കൂടെ കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു 10 പേരെയും കൂടെ ആവശ്യം വരും എന്നുള്ളത് മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക. അപ്പൊ ഈ 10 പേരെ ഇപ്പൊ തന്നെ കണ്ടെത്തണം. ഒരു 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് 10 പേരുടെ ആവശ്യമുള്ളൂ. എന്നാൽ പിന്നെ 6 മാസം കഴിയട്ടെ, കഴിഞ്ഞിട്ട് നമുക്ക് 10 പേരെ ഇന്റർവ്യൂ ചെയ്തിട്ട് നിർത്താം, അല്ല ഇന്റർവ്യൂ ചെയ്തെടുക്കാം എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ HR മാനേജ്മെന്റ് ഫെയിൽഡ് ആണ്. കാരണം 6 മാസം മുമ്പ് തന്നെ കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടിയിട്ട് ഇന്റർവ്യൂ നടത്തണം. ഈ 6 പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്കുള്ള ട്രെയിനിങ് കൊടുക്കണം. അത് ചെയ്യിക്കേണ്ടതാണ് HR മാനേജറാണ്. അവിടെ HRM aligns the hospital's human capital with its strategic goals, fostering staffing needs based on healthcare trends, patient demographics, and technological advancements, then ensuring the right personnel are in place to meet the evolving needs of institution. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവശ്യമായിട്ടുള്ള സ്റ്റാഫിനെ നമ്മൾ മുൻകൂട്ടി തന്നെ കണ്ടെത്തുക. ആ ഹോസ്പിറ്റലിനൊരു ഗോളുണ്ട്. ഹോസ്പിറ്റൽ എടുക്കുമ്പം ആ മാനേജ്മെന്റ് അതെടുത്ത് ഇത്രയും അതിന്റെ വർക്ക് കഴിഞ്ഞാൽ നിറയെ പേഷ്യൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഓഫീസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ട്രേഡേഴ്സ് ആണെങ്കിൽ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്, അത് വാങ്ങിക്കാൻ ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒന്നുകൂടെ ലിബറൽ ആവണം. ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ വേണമെങ്കിൽ എടുത്തിട്ട് പോയിക്കോ, നീ എടുത്തില്ലെങ്കിലും എൻ്റെ കച്ചവടം നടക്കും എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു തവണ ആളുകൾ കയറുള്ളൂ. രണ്ടാമത്തെ തവണ ഈ ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിരിക്കും. അവിടെ പോകണ്ട, അവിടുത്തെ ആൾക്കാരൊരു ശരിയല്ല എന്ന് പറയും. പക്ഷെ അതിന്റെ ഓണർ വളരെ നല്ല ആളാണ്. പക്ഷെ ഓണർക്ക് എപ്പോഴും ഈ നമ്മളെ പർച്ചേസ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അവിടെ സ്റ്റാഫാണ് ഇമ്പോർട്ടൻ്റ്. അപ്പൊ ആ സ്റ്റാഫിന്റെ ക്വാളിറ്റീസും നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ദെൻ
എക്സ്പാൻഷൻ ആയിട്ടുള്ള ബിസിനസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് നേരത്തെ ഒരു സെയിൽസ്മാൻമാര് നേരത്തെ വേണം. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, സോഷ്യൽ മീഡിയ കൂടെ ഒരുപാട് ആഡുകളൊക്കെ വരുന്നുണ്ട്. ലുലുവില് ഇത്ര ഒഴിവുകളുണ്ട്, അടുത്ത 6 മാസത്തേക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ 16ഓളം ഒഴിവുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് അനൗൺസ്മെന്റ് വരിക. അല്ലാതെ നാളത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 15 ആളെ ഇന്റർവ്യൂ ചെയ്യുന്നു എന്നുള്ള ഒരു പരസ്യം ഇതുവരെ വന്നിട്ടില്ല. ഒരു സൂചന കൊടുക്കുകയാണ്, ഇന്ന സമയത്തേക്ക് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക എന്നുള്ളത്. പിന്നെ പുതിയ ടെക്നോളജീസ്, ഹോസ്പിറ്റലിലാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും ഒക്കെ പുതിയ ടെക്നോളജീസ് ഉണ്ടായിരിക്കും. ഇപ്പം പല ട്രേഡേഴ്സുകളിലും അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ പൈപ്പ് കട്ട് ചെയ്യാന്, ടാങ്കിന് ഹോൾ ഇടാന്, അതുപോലെ ഈ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ആണെങ്കിൽ ബില്ലിങ്ങിൽ ഒരാള്, അതുപോലെ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യാൻ വേറൊരാള്, ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. അതുപോലെ എംപ്ലോയീസിനെ കൃത്യമായിട്ട് നമ്മൾ റെഡിയാക്കി നേരത്തെ തന്നെ ഇന്റർവ്യൂ ചെയ്തിട്ട് റെഡിയാക്കി നിർത്തുക. ആവശ്യമായിട്ടുള്ള സമയത്ത് അതായത് നമുക്ക് എപ്പോഴാണോ ആവശ്യം ആ സമയത്തേക്ക് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിൻഡ് സ്റ്റാഫിനെ തന്നെ നമുക്ക് നിയമിക്കേണ്ടതായിട്ട് വരും. ഇനി മൂന്നാമത്തെ പോയിന്റ്സ് വരുന്നത് റെഗുലേറ്ററി കംപ്ലയൻസ് ആണ്. റെഗുലേറ്ററി കംപ്ലയൻസിന് എപ്പോഴും വരുന്നത് എന്താണ്? ഹിപ്പ എന്നുള്ള ഹോസ്പിറ്റൽ ഇൻഷുറൻസ് ആക്ട് തന്നെയാണ് വരുന്നത്. റെഗുലേറ്ററി കംപ്ലയൻസ്, ലീഗൽ ആൻഡ് എത്തിക്കൽ ആദറൻസ്, നിയമങ്ങളും നൈതിക മാനദണ്ഡങ്ങളുമാണ്. ഐ മീൻ മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങളാണ് നൈതിക മാനദണ്ഡങ്ങൾ. അവിടെ പറയുന്നത് എന്താന്ന് നോക്കാം. പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ്. Effective HRM fosters a positive and supportive work environment that acknowledges the challenge faced by healthcare professionals. This contributes to increased job satisfaction and a higher likelihood of staff retention, then reducing removal rates in field where continuity of care crucial. എംപ്ലോയീസ് ഹെൽത്ത് കെയർ ലോസ് പാലിക്കുന്നുണ്ടോ? ഹെൽത്ത് കെയർ നിയമങ്ങൾ എംപ്ലോയീസ് പാലിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ പേഷ്യൻസ് ഇൻഫർമേഷൻ, നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, പേഷ്യൻസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിട്ടാണോ സൂക്ഷിക്കുന്നത്? ദെൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റൂൾസ് പാലിക്കുന്നുണ്ടോ? ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെയാണ് സേഫ്റ്റി റൂൾസും. ഈ സേഫ്റ്റി റൂൾസിൽ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും വലിയൊരു വെള്ളം അടിക്കുന്നത് പോലുള്ള ഒരു മെഷീൻ, ഓൺ ഫയർ എന്ന് പറഞ്ഞിട്ട്. തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ അത് പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് ഒരു ലിക്വിഡ് സ്പ്രേ ചെയ്യാൻ, അത് സേഫ്റ്റി റൂളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി റൂളാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു സേഫ്റ്റി റൂള്, ഇൻ കേസ് എവിടെയെങ്കിലും അഗ്നിബാധ ഉണ്ടായി കഴിഞ്ഞാൽ നോർമലി എന്താ നമ്മൾ ചെയ്യുക? പെട്ടെന്ന് വെള്ളം അടിക്കും അല്ലേ? പക്ഷെ ഒരിക്കലും വെള്ളം ഡയറക്റ്റ് അടിക്കാൻ പാടില്ല. നനഞ്ഞ ചാക്ക് വെള്ളത്തിൽ മുക്കിയിട്ട് അതിൽ മണൽ വിരിച്ചിട്ട് തീയുടെ മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എത്ര വലിയ തീയാണെങ്കിലും അണഞ്ഞിരിക്കും. അതൊക്കെ സേഫ്റ്റി റൂൾസിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണ്. ദെൻ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നുണ്ടോ? നിയമപരമായിട്ടുള്ള എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണോ എന്നാണ് ചോദിക്കുന്നത്. അത് ക്ലിയർ ആക്കി വെക്കുക. നെക്സ്റ്റ് വരുന്നത് റെഗുലേറ്ററി കംപ്ലയൻസസിലാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. ഹിപ്പ എന്നുള്ള നിയമത്തിന്റെ പേഷ്യൻസ് ഹെൽത്ത് ഇൻഫർമേഷൻ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യലി സംരക്ഷിക്കുന്നതിനുള്ള പ്രധാനമായിട്ട്
ഉള്ളൊരു നിയമമാണ്. പേഷ്യൻസിന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഹിപ്പ എന്നുള്ള ഈ നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇയർ ആണ് ഞാൻ നോക്കുന്നത്, ഇയർ കാണുന്നില്ല കേട്ടോ. ദെൻ ഞാൻ വാട്സപ്പിൽ വിട്ടുതരാം. ഒരു രോഗിയുടെ മെഡിക്കൽ റിപ്പോർട്ട് അനുമതിയില്ലാതെ മറ്റൊരാളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല, നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. അവിടെ ഇൻ കേസ് നമ്മൾ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലുമായിട്ടുള്ള ആ ഒരു നമുക്കുള്ള വിശ്വാസം ഉണ്ടല്ലോ, അത് നിന്നു പോകും. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ലീഗൽ പ്രോബ്ലംസ്, ഹോസ്പിറ്റലിനെതിരെ ലീഗൽ പ്രോബ്ലംസ് ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും പേഷ്യൻസുമായിട്ട് ട്രസ്റ്റ് നിലനിർത്തുക. ഇനി ഓഫീസാണെങ്കിൽ കസ്റ്റമേഴ്സുമായിട്ട് നമ്മളൊരു ട്രസ്റ്റ് നിലനിർത്തുക. നമ്മളാൽ അവർ പറ്റിക്കപ്പെടില്ല എന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും അവർക്ക് ഉണ്ടാവേണ്ടതാണ്. നെക്സ്റ്റ് വരുന്നത് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് റിട്ടൻഷൻ ആണ്. ജീവനക്കാരുടെ സംതൃപ്തിയും നിലനിർത്തലും. എഫക്റ്റീവ് എച്ച്ആർഎം ഫോസ്റ്റേഴ്സ് എ ഹലോ മാം, പോസിറ്റീവ് കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഇപ്പൊ തൊട്ട് മുൻപ് പറഞ്ഞ പോയിന്റില്ലേ, ഹിപ്പ റൂൾ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? മനസ്സിലായില്ല. ഹിപ്പ നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അല്ല, ഇപ്പോഴല്ല, നമ്മള് കീ കമ്പോണൻസ് ഓഫ് HR എന്നുള്ളതിൽ 4th പോയിന്റിൽ ഹിപ്പ റൂൾസ് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഹിപ്പ റൂൾസ്, ഹിപ്പയുടെ ഫുൾ ഫോം വരുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അവിടെ രോഗികൾക്ക് മേലുള്ള രോഗികളുടെ എല്ലാ കാര്യങ്ങളും ഹൈലി കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് പാലിക്കുക. The healthcare industry is heavily regulated with strict legal and ethical consideration. HRM must navigate compliance with healthcare regulations such as the Health Insurance Portability and Accountability Act HIPAA. ഇതാണ് വരുന്നത്. അവിടെ പേഷ്യന്റിന്റെ പ്രൈവസി നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. അവരുടെ ട്രീറ്റ്മെന്റിന്റെ മാനദണ്ഡങ്ങൾ, പല രീതിയിൽ ട്രീറ്റ്മെന്റ് ഉണ്ടായിരിക്കും, അത് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുക. അതുപോലെ തന്നെ എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ. തോന്നിയ പോലെ വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഹോസ്പിറ്റലിൽ എന്ത് പ്രശ്നം വന്നാലും ഹിപ്പ ആക്ടിലാണ് നിയമപരമായിട്ട് നേരിടുന്നത്. അതാണ് ഈ ഹിപ്പ ആക്ടിന്റെ പ്രത്യേകത. ഹിപ്പ ആക്ട് ഒന്നും കൂടെ എനിക്ക് തോന്നുന്നു ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ സമയത്ത് ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് തരാം, അല്ലെങ്കിൽ ഹിപ്പ ആക്ടിന്റെ നോട്ട്സ് തരാം കേട്ടോ. പിന്നെ ഹിപ്പ ആക്ടിൽ വരുന്ന മറ്റൊരു കാര്യമാണ് പേഷ്യൻസിന്റെ വിവരങ്ങൾ, അവരുടെ എല്ലാ ഡീറ്റെയിൽസും, മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം മറ്റൊരാളുമായിട്ട് അനുമതിയില്ലാതെ ഷെയർ ചെയ്യാൻ പാടില്ല. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഹിപ്പ ആക്ട് പ്രകാരം അത് കേസായിട്ട് പരിഗണിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു വെച്ചത് performance and management അല്ലല്ലോ, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് റിട്ടൻഷൻ. എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് റിട്ടൻഷൻ ആണ്. ജീവനക്കാരുടെ സംതൃപ്തിയും നിലനിർത്തലും. ദെൻ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് പലപ്പോഴും സ്ട്രെസ്ഫുൾ എൻവയോൺമെന്റിലാണ് ജോലി ചെയ്യുന്നത്, അല്ലെ? ഒരു ഹോസ്പിറ്റലിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിരിക്കും എംപ്ലോയീസ്.
അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സപ്പോർട്ടീവ് വർക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. എപ്പോഴും അവരുടെ കൂടെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളും കൂടെ നിങ്ങളെ കൂടെ ഉണ്ട് എന്നുള്ളത് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തുക. എംപ്ലോയീസിന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഉള്ള സമയം കൊടുക്കുക. അവർക്ക് എന്തോ പറഞ്ഞോട്ടെ, അത് നമ്മൾ കേൾക്കാനുള്ള സമയം കൊടുക്കുക. നല്ലതാണെങ്കിൽ അംഗീകരിക്കാം, അല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. പിന്നീട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് നമുക്ക് മോട്ടിവേഷൻ നൽകാം. അതും നൽകേണ്ടത് ആരാണ്? HR മാനേജറാണ്. ഇതിന് പിന്നെ നെക്സ്റ്റ് വരുന്നത് വർക്ക് ലൈഫ് ബാലൻസ് പ്രോത്സാഹിപ്പിക്കുക. വർക്കും ജീവിത രീതിയും ഒരു ബാലൻസിൽ ചെയ്ത് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. എപ്പോഴൊരു പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് സ്റ്റാഫിന്റെ റിട്ടൻഷൻ കിട്ടും, അതുപോലെ തന്നെ ടേൺ ഓവർ കൂടുകയും ചെയ്യും, അല്ലേ? ഇൻ കേസ് സ്റ്റാഫിന്റെ പൊട്ടൻഷ്യൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടേൺ ഓവർ കുറഞ്ഞു പോകും. ജീവനക്കാർ, അതുപോലെ സ്റ്റാഫ് അവർക്ക് ഇഷ്ടമില്ലാണ്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവര് ജോലി ഉപേക്ഷിച്ച് പോകും. അതല്ല അവർ ഹാപ്പി ആണെങ്കിലോ അവർ ജോലിയിൽ തുടരുകയും ചെയ്യും. ഈ ഹെൽത്ത് കെയർ മേഖലയിൽ നല്ല ജീവനക്കാരെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനുള്ള ഒരു കാര്യമാണ്. കുറച്ച് നിൽക്കുമ്പോഴേക്ക് തന്നെ നല്ല ആളുകൾ എന്ത് ചെയ്യും? കുറച്ച് നിൽക്കുമ്പോഴേക്ക് തന്നെ മറ്റു ഹോസ്പിറ്റലുകാർ പതുക്കെ വലിക്കാൻ തുടങ്ങും. ഇപ്പൊ നല്ല നല്ല ഡോക്ടേഴ്സിനെയൊക്കെ നമുക്ക് അനുഭവമുണ്ട്. നമ്മൾ പോകുമ്പം ഒരു ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കാം ഡോക്ടർ. പിറ്റത്തെ പ്രാവശ്യം നമ്മൾ ആ ഡോക്ടറെ ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ, അയ്യോ ഡോക്ടർ ഇവിടുന്ന് പോയല്ലോ, സാരില്ല, അതേ രീതിയിൽ നോക്കുന്ന വേറൊരു ഡോക്ടർ ഉണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ? എപ്പോഴെങ്കിലും ഈ ഒരു മറുപടി കേട്ടിട്ടുണ്ടായിരിക്കില്ലേ? അപ്പൊ അവിടെ എന്താണ്? നല്ല ഡോക്ടറാണ്, ആ ഡോക്ടറെ അടുത്ത ഹോസ്പിറ്റലുകാർ വലിക്കും. ഇപ്പൊ ഓഫീസിലുള്ള കാര്യങ്ങളാണ്. നല്ലൊരു സെയിൽസ് റെപ്രസെന്റേറ്റീവ് ഉണ്ട്. ആ സെയിൽസ് റെപ്രസെന്റേറ്റീവ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? ആ സെയിൽസ് റെപ്രസെന്റേറ്റീവിനെ അടുത്തുള്ള കടക്കാര്, എടാ നീ ഇങ്ങോട്ട് പോരടാ, നിനക്ക് 5000 രൂപ എക്സ്ട്രാ സാലറി തരാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് വലിക്കുക. അപ്പൊ എഫക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ കിട്ടുക എന്ന് പറയുന്നതാണ് ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ട് ഉള്ള ഒരു പ്രശ്നം. ഭയങ്കര ഒരു ഈ സ്റ്റാഫിന്റെ പ്രോബ്ലംസ് തന്നെ അതാണ്. അപ്പൊ അവിടെ പെർഫോമൻസ് മെത്തേഡ് നിശ്ചയിക്കുക. അവരുടെ പെർഫോമൻസ് മെത്തേഡ് നമ്മൾ കൃത്യമായിട്ട് നിശ്ചയിക്കണം. അവിടെ പെർഫോമൻസ് മാനേജ്മെന്റിലാണ് പെർഫോമൻസ് മെത്തേഡ് വരുന്നത്. എൻഹാൻസ് പെർഫോമൻസ്. എപ്പോഴും അവരുടെ പെർഫോമൻസ് നമ്മൾ നിരന്തരമായിട്ട് വിലയിരുത്തണം. HRM established performance metrics, provides constructive feedback, and implements performance improvement plans, ensuring that healthcare. അവിടെ അവരുടെ പെർഫോമൻസ് വിലയിരുത്തിയിട്ട് കൺസ്ട്രക്റ്റീവ് ആയിട്ട് ഫീഡ്ബാക്ക് നൽകുക. പെർഫോമൻസിന്റെ ഇമ്പോർട്ടൻറ്റ് പ്ലാൻസ് തയ്യാറാക്കുന്നുണ്ട്. ദെൻ ആ എംപ്ലോയീസിന്റെ വീക്ക് ഏരിയ കണ്ടെത്തി ട്രെയിനിങ് നൽകുക. ചിലപ്പോൾ സമയത്തിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ സമയത്തോട് ആ ഒരു സമയം നോക്കിയിട്ട് അവർക്ക് കൃത്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആരെങ്കിലുമൊക്കെ വന്ന് സംസാരിച്ചിരിക്കുമ്പോൾ അങ്ങ് സംസാരിച്ചു പോകും. അപ്പോൾ ആ രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജോലി ഇവിടെ പെൻഡിങ് ആവും. അപ്പൊ അവിടെ എന്താണ് പ്രോബ്ലം എന്ന് നോക്കിയിട്ട് അതിന് കൃത്യമായിട്ട് അവരെ സൊല്യൂഷൻ കൊടുക്കുക, മോട്ടിവേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്താണോ അവരിൽ നിന്ന് കിട്ടാനുള്ളത് അത് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം 8:10 മറ്റൊരു ക്ലാസ് പോവാനുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു ഗ്രൂപ്പ് മാം ആഡ് ചെയ്തിട്ടുണ്ട്, അതിൽ ചോദിക്കുക കേട്ടോ. കാരണം ഇത് മനസ്സിലാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. ഐ മീൻ നമ്മുടെ അനുഭവത്തിലൂടെ നമ്മൾ പഠിക്കുക. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ മോസ്റ്റും ഞാൻ പറയുന്നത് ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് തുണിക്കടയിലെ അനുഭവങ്ങൾ. തുണിക്കടയിലും HR മാനേജേഴ്സ് ഇല്ലേ? നമ്മള് കംപ്ലൈന്റ് ആയിട്ട് തുണിയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് സ്റ്റാഫ് പറയും ഇത് ഉപയോഗിച്ചത് അത് മാറ്റിയെടുക്കാൻ പറ്റില്ല.
നിങ്ങൾ മാനേജറെ കണ്ടോളൂ എന്ന് പറയും. എന്നിട്ട് നമ്മൾ മാനേജറുടെ അടുത്ത് പോയിട്ട് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്തിട്ട് നമുക്ക് മിടുക്കുണ്ടെങ്കിൽ അത് അവർ മാറ്റി തരും. അതല്ലെങ്കിൽ അവർക്കാണ് കൂടുതൽ മിടുക്കുന്നുണ്ടെങ്കിൽ അവര് എന്ത് ചെയ്യും, നമ്മളെ ആ തുണി വെച്ചിട്ട് തന്നെ തിരിച്ചു പറഞ്ഞയക്കും. അല്ലേ? അപ്പൊ ഈ അനുഭവമൊക്കെ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ മാം ഈ ഉണ്ടാവും. കോഴ്സ് പഠിച്ചിട്ടാണോ ഈ ഫീൽഡ് എങ്ങനെ? ടീച്ചിങ്? മാം ഈ കോഴ്സ് പഠിച്ചിട്ടല്ലേ അതെ ഇതായത്? അതെ. എന്ത് പറ്റി? ഞാനിതിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണോ? എത്രത്തോളം ടഫ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിട്ട്. എങ്ങനെ? ടഫ് ഇല്ലടാ. ടഫ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അല്ലേ? എല്ലാം നമ്മുടെ ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അല്ലാണ്ട് ഇമാജിൻ ചെയ്തിട്ടോ മറ്റോ ഒന്നും നമ്മളൊന്നും ചെയ്യുന്നില്ല. എവിടൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മൈൻഡിലൂടെ എപ്പോഴെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത അനുഭവമായിട്ട് പോകുന്നില്ലേ? ഓക്കെ. ഞാനിതിന്റെ ക്ലാസ് കൊടുത്തോണ്ടിരിക്കുന്ന ഒരാളാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ. എക്സാം നമുക്ക് വരിക എന്താ പറയാ, ഈ വൺ വേർഡ് അല്ലാതെ സാറ് വൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേർഡും വൺ അതുപോലെ വേർഡ് അല്ലാതെ 2 മാർക്ക് 3 മാർക്ക് 5 മാർക്ക് ഒക്കെ വരും. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള നമ്മൾ നോർമലി എഴുതുന്ന എക്സാംസ് ഇല്ലേ, അതേ രീതിയിൽ തന്നെ എക്സാംസ് വരിക കേട്ടോ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിലൊന്ന് ചോദിച്ചോളൂ. അടുത്ത ക്ലാസ് ജോയിൻ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു. വെൽക്കം.